وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله وبما أنفقوا من أموالهم കുടുംബ ജീവിതത്തിൽ സ്വത്ത് ചെലവഴിക്കാനുള്ള ചുമതല അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കണം, എല്ലാം ശ്രദ്ധിക്കണം. മടിയന്മാരായ പുരുഷന്മാർ ശ്രദ്ധിക്കണം. കുടുംബ ജീവിതത്തിൽ സ്ത്രീയും പുരുഷനും ഒന്നായി ജീവിക്കുമ്പോൾ ആ കുടുംബ ജീവിതത്തിന്റെ ചെലവാകുന്ന ഭാരം വഹിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷനെ താരമായി എടുത്തുയർത്തിയ ഉടനെ പടച്ചിറപ്പ് പറഞ്ഞത് കുടുംബത്തിന്റെ സാമ്പത്തിക ചുമതല ഏറ്റെടുക്കേണ്ടത് പുരുഷനാണ്. പുരുഷന്റെ കയ്യിലാണ് അല്ലാഹു ഏൽപ്പിച്ചത്. കേൾക്കണം നിങ്ങൾ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ചുരുക്കി പറയേണ്ടത് സമയം പായ. നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഇങ്ങനെ മനസ്സിലാക്കി പോകണമെങ്കിൽ കുറേ സമയം വേണ്ടിവരും. മാത്രമല്ല വേഗം നിർത്താൻ ഞാൻ എന്താ പ്രശ്നം വെച്ചാൽ നാളെ മുതൽ നമുക്ക് 9 മണിക്ക് തുടങ്ങാൻ കഴിയണം. വേഗം നിർത്താൻ ഞാൻ എന്താ പ്രശ്നം വെച്ചാൽ മഹല്ലിന്ന് ചിലപ്പോൾ പുറത്താക്കാൻ സാധ്യതയുണ്ട്. പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, സെക്രട്ടറി ഇവിടെ ഉണ്ട്, ജനറൽ സെക്രട്ടറി ഉണ്ട്, പ്രസിഡന്റും ഉണ്ട്. ആ നാട്ടുകാരായതുകൊണ്ടാണ് പുറത്താക്കിയതെന്ന് എനിക്ക് തോന്നി. ഞാൻ എന്നെ ചിന്തിക്കുന്നത് എൻ്റെ ആവശ്യം എന്താണ്? ആകെ നോമ്പിനുണ്ടാവുക ഒരു ഉച്ചക്ക് ദുഹർ മുതൽ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ പ്രസംഗിക്കുക എന്നുള്ളത് എൻ്റെ ചുമതല. ആകെ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ നോമ്പിനാണ് സ്ഥിരമായിട്ടാണ് ഉണ്ടാവാറുള്ളത്. ഇപ്പം ഈ 4 ദിവസം കഴിഞ്ഞ 4 ദിവസവും ചെമ്മാട് ദാറുൽ ഇസ്ലാമിക് അക്കാദമിയിൽ ഒരു ചുമതല എൻ്റെ തോളിൽ വന്ന് ചേർന്നത് കൊണ്ട് 4 ദിവസം പാടില്ല. ഇനി ഇവിടെയുള്ള 7 ചൂടി ഇല്ലാതായാലും പിന്നെ അടുത്ത മീറ്റിംഗ് ചിലപ്പോൾ എനിക്കെതിരാവും. അപ്പം നിങ്ങളേടെങ്കിലും ജോലി തരുന്നില്ല. അപ്പം നാളെ മുതൽ നേരത്തെ തുടങ്ങണം. എന്നാലൊരു വിഷയം പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓടിച്ചു പോണ്ടിരും, എവിടെ എത്തൂല, എവിടെയും എത്താതെ പോകും. അല്ലാഹുവേ റബ്ബേ, ഉൾക്കൊള്ളാനുള്ള മനസ്സ് നിങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. കേൾക്കണം നിങ്ങൾ, ഉടനെ അല്ലാഹു പറഞ്ഞത് സ്വത്ത് ചെലവഴിക്കേണ്ട ബാധ്യത അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്നത് ആരുടെ കയ്യിലാണ്? പുരുഷന്റെ കയ്യിലാണ്. പുരുഷന്റെ കയ്യിൽ. പിന്നെങ്ങനെ കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്ക് എത്ര തീരാന്ന് കഴിക്കാം? നീ കുടുംബ ജീവിതത്തിലെ താരമാകാൻ നിനക്ക് കഴിയില്ല. നീ ഭാര്യയുടെ സ്വത്തിൽ നിന്നാണോ നീ കഴിക്കുന്നത്? അല്ലാഹു പ്രശംസിച്ച ആളുകളുടെ കൂട്ടത്തിൽ നിനക്ക് പെടാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏറ്റവും നല്ല ഭർത്താവായി പെരുമാറാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നാമത്തെ ചുമതല അല്ലാഹു പറഞ്ഞത് തന്നെയാണ്. കേൾക്കൂ നിങ്ങൾ, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയുടെ സ്വഹാബികളോട് പ്രസംഗിക്കുകയാണ്. നബി പറഞ്ഞു, സ്വഹാബാ ഇത്തഖുല്ലാഹ ഫിൻ നിസാ. ഈ ഹദീസ് ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണം. ഇത്തഖുല്ലാഹ ഫിൻ നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂചിക്കണേ. ഫഇന്നകും മഹത്തുമൂഹുന്ന ബിഅമാനത്തില്ലാഹ്, അല്ലാഹുവിന്റെ അമാനത്ത് കൊണ്ടാണ് നിങ്ങൾ അവരെ ഏറ്റെടുത്തിരിക്കുന്നത്. ചില ആൾക്കാർക്ക് നിക്കാന്നൊക്കെ പറഞ്ഞാൽ കുട്ടിക്കളിയാണ്. അന്ന് കല്യാണം കഴിച്ചിട്ട് മറ്റന്നാൾ പറയും എനിക്കവിടെ വേണ്ട. എന്നോടൊരു പിതാവ് കരഞ്ഞു തന്നതും ഞാൻ പറഞ്ഞതും ഞാൻ ഓർക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഈ ചെറുപ്പക്കാരൻ അവളോട് പറയുകയാണത്രേ, എന്റെ SLC സർട്ടിഫിക്കറ്റ് ഒന്ന് കാണണം, SLC സർട്ടിഫിക്കറ്റ് ഒന്ന് കാണണം. എന്നിട്ട് അപ്പോൾ അവർ പറഞ്ഞത് സ്കൂളിലാണ് ഞാൻ +2 പഠിക്കുന്നത് കൊണ്ട് അവിടെ കൊടുത്തതാണ്. 3-ാം ദിവസം തന്നെ ഇവളെ മാറ്റിച്ചു കൊള്ളുന്നു. ഏത് വസ്ത്രമെന്നറിയുമോ? കല്യാണത്തിന് പ്രിയപ്പെട്ട ഈ ഭാര്യ, പ്രിയപ്പെട്ട ഈ പെൺകുട്ടി എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് അണിഞ്ഞൊരുങ്ങി വന്ന അതേ വസ്ത്രം ധരിച്ചിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. SLC സർട്ടിഫിക്കറ്റ് ഇവന്റെ സാന്നിധ്യത്തിലാണ് ആ കുട്ടി വാങ്ങിക്കുന്നത്. വാങ്ങിച്ചപാട് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇവൻ SLC സർട്ടിഫിക്കറ്റ് നോക്കി. എന്നെക്കാളും 2 വയസ്സധികമാണ് ഈ പെണ്ണിന്. എന്നിട്ട് എന്ത് ചെയ്തുവെന്നറിയുമോ? 3-ാം ദിവസം തന്നെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയാക്കി. 4-ാം ദിവസം അവ കുടുംബത്തിൽ വളരെ പ്രശ്നങ്ങളുണ്ടായി. ഞാൻ ഓർക്കുന്നു, പറഞ്ഞ ആൾ ഒരു പക്ഷേ ഈ സദസ്സിൽ വന്നിട്ടുണ്ടോ ഇങ്ങനെ അറിയില്ല. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ആളാ പറഞ്ഞത്. അല്ലാഹുവിന്റെ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി
വസല്ലം തങ്ങൾ ഇന്നകും മഹത്തുമോഹന്ന അല്ലാഹുവിന്റെ അമാനത്ത് കൊണ്ടാണ് നിങ്ങൾ അവരെ ഏറ്റെടുത്തിരിക്കുന്നത്. വസ്തഹലൽതും ഫുറൂജഹുന്ന അവരുടെ ഗുഹ്യഭാഗങ്ങളെ നിങ്ങൾ ഹലാലാക്കിയിരിക്കുന്നത് അല്ലാഹുവിന്റെ വചനങ്ങൾ മുഖേനയാണ്. പടച്ച റബ്ബിനെ സാക്ഷി നിർത്തി അല്ലാഹു കൽപ്പിച്ച ചില വചനങ്ങൾ പറയുന്നതോടുകൂടെയാണ് തൊട്ടടുത്ത സെക്കൻഡ് വരെ നിനക്ക് ഹറാമായിരുന്ന ഭാര്യ നിനക്ക് ഹലാലായി തീർന്നത്. അല്ലാഹുവിന്റെ ഹബീബ് അങ്ങോട്ട് പറയാണ്, നോക്ക നിങ്ങൾ. അത് കഴിഞ്ഞ പാട് റസൂൽ പറയാ, നിങ്ങൾ നിക്കാഹ് ചെയ്ത് കഴിയുന്നതോടുകൂടെ അവൾ നിങ്ങളുടെ ഭാര്യയായി തീരുകയായി. പിന്നെ ഉടനെ പറഞ്ഞതെന്താ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരുടെ വസ്ത്രവും അവരുടെ ഭക്ഷണവും അവരുടെ വസ്ത്രവും ഒക്കെ നിങ്ങളുടെ മേൽ വന്നു ചേർന്നിരിക്കുന്നുവെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മഹാന്മാരായ ആലിമീങ്ങൾ പറയുന്നു, ഒരു പുരുഷൻ ആ കുടുംബത്തിന്റെ ബാധ്യതകൾ ചെലവ് വഹിക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. ഏതെല്ലാം ചെലവുകളാണ് വഹിക്കേണ്ടത്? ഒരു പെണ്ണിനെ ഒരാൾ കല്യാണം കഴിക്കുന്നതോടുകൂടെ ആലിമീങ്ങൾക്ക് ഇവിടെ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ഒരു പറ്റം ആലിമീങ്ങൾ പറയുന്നത് നിക്കാഹ് ചെയ്യുന്നതോടുകൂടെ തന്നെ ഇവരുടെ ഭക്ഷണവും അതേപോലെ വസ്ത്രവും അവ ഇവന്റെ മേൽ ചുമതലയായി മാറുകയാണ്. വേറൊരു പറ്റം പണ്ഡിതന്മാർ പറയുന്നത് നിക്കാഹ് ചെയ്യുന്നതോടുകൂടെയല്ല, വീട്ടിൽ കൂടുന്നതോടുകൂടെയാണ് അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ. ആ പദപ്രയോഗം ഞാനൊരു പക്ഷേ ഒരു പൊതുവേദിയായതുകൊണ്ട് അള്ളാന്റെ ഹബീബിന്റെ ആ പദം തന്നെ പറയേണ്ടതാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ വാക്കുദ്ധരിച്ചുകൊണ്ടായാലും നിങ്ങൾ പറയുകയാണ്, അവരുടെ ശരീരം അവന് കീഴ്പ്പെടുത്തി കൊടുക്കുക. ഒരു പൊതുവേദിയായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അതോടുകൂടെയാണ് അവരുടെ മേലുള്ള അവരുടെ ഭക്ഷണവും വസ്ത്രവും ഇയാളുടെ മേൽ ബാധ്യതയായി മാറുന്നത് എന്ന് മറ്റൊരു പറ്റം പണ്ഡിതന്മാർ പറയുകയാണ്. രണ്ടു പക്ഷക്കാരന്റെ എപ്പോഴാണ് ഈ ചെലവിന്റെ ബാധ്യത ഇയാളുടെ മേൽ വന്നു വീടുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് നിക്കാഹിന്റെ കാര്യം പറഞ്ഞ ഉടനെ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ പിന്നെ ആ പെണ്ണിന്റെ ഭക്ഷണവും വസ്ത്രവും ഒക്കെ നിങ്ങളുടെ മേൽ ചുമതലയായി വരികയാണ്. അതുകൊണ്ട് നിങ്ങളിത് നിർവഹിക്കണേ. വല്ലാത്തൊരു പദമാണത്. ആ ഒരൊറ്റ പദം വിശദീകരിക്കാൻ നമ്മൾ കൂടുന്ന 7 ദിവസവും മതിയാകുമോ എന്നെനിക്ക് സംശയമാണ്. പിന്നെ എവിടെ നിന്ന് വിശദീകരിച്ചു തീർക്കാനാ? തൊട്ട് പോകുവാനല്ലാതെ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എന്റെ പ്രിയമുള്ളവരെ, ചെലവ് ചെയ്യുന്ന സ്ഥലത്ത് പറഞ്ഞത് ബീമാറോ. അതേപോലെ പെണ്ണിനോട് പെരുമാറുന്ന സ്ഥലത്ത് പറഞ്ഞത് ബീമാറോ. ബീമാറോ കടന്നു വരുന്നുണ്ട്. നമ്മുടെ ആ പദങ്ങളൊക്കെ വിശദീകരിക്കാൻ അല്ലാഹുവേ നീ ഇന്ന് പ്രദാനം ചെയ്യണേ. അല്ലാഹുവിലൂടെ നീ എന്ത് പഠിപ്പിച്ച ആശയങ്ങളിൽ നിന്ന് ഒരണു പോലും തെറ്റാതെ വിശദീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹദീസ് പഠിപ്പിക്കുകയാണ്. ഒരാളൊരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നതോടുകൂടെ അവരുടെ പണന്റെ മേൽ വന്നു ചേരുന്ന ചെലവുകളെല്ലാം എന്തൊക്കെയാണ് നഫഖത്തിൽ വരുന്നത്? അത്വാമു ഭക്ഷണം, വസ്സറാബു പാനീയം, വൽമൽബസു വസ്ത്രം, വൽമസ്കനു താമസസ്ഥലം. ഈ താമസത്തിന്റെ ഒക്കെ ചുമതല പുരുഷന്റെ കയ്യിലാണ്. ഞാൻ ചോദിക്കട്ടെ, എന്നെ കണ്ണൂർ ജില്ലയിൽ നിന്ന് കെട്ടുകെട്ടിക്കോന്ന് എനിക്കറിയില്ല, പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് 6 ലക്ഷത്തിന്റെ 6 കടമുറങ്ങാന്ന് പറയുന്ന ചെറുപ്പക്കാരെ അല്ലാഹുവിന്റെ ഹദീസിന്റെ മുമ്പിൽ, അല്ലാഹുവിന്റെ ഹദീസ് പഠിപ്പിച്ച അധ്യാപനത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് ഭാരമാകാൻ കഴിയില്ല. പാവപ്പെട്ട പെണ്ണിന്റെ പിതാവിന്റെ നജരം പിളർത്ത് ചോര ഊറ്റി കുടിക്കല അതിനെക്കാളും നല്ലതെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ പറയാൻ കഴിയും. ഭക്ഷണം നിന്റെ ചുമതലയാണ്.
വെള്ളം നിന്റെ ചുമതലയാണ്. അവൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കേണ്ടത് നീയാണ്. താമസിക്കാനുള്ള സൗകര്യവും നിന്റെ ചുമതലയുടെ പേരിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ വീട് നിർമ്മിക്കുമ്പോൾ അയാൾ കോൺക്രീറ്റ് ഒന്നും തന്നെ സഹായിച്ചില്ല. നീ ഇങ്ങനെ പറയും വിശുദ്ധ ഇസ്ലാം, നിന്റെ മേലാണ് ആ ചുമതല നൽകിയിരിക്കുന്നത്. അവകാശം ചോദിക്കാൻ നീ ആര്? പാവപ്പെട്ട പിതാവിനെ വിഷമിപ്പിക്കാൻ നീ ആര്? ഈ ചുമതലയെല്ലാം പുരുഷന്റെ കയ്യിലാണ് അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്നത്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് മഹാനായ മുആവിയത്ത് ഇബ്നു ഹൈദർ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. മുആവിയത്ത് ഇബ്നു ഹൈദർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു റസൂലുള്ളാഹിന്റെ സന്നിധിയിലേക്ക് വന്നിട്ട് ഖായിലാ ചോദിച്ചു, നബിയേ, മാ ഹഖ്ഖു സൗജതി അഹദിനാ അലൈഹി? കേൾക്കണം, മാ ഹഖ്ഖു സൗജതി അഹദിനാ അലൈഹി? ഞങ്ങളിൽ ഒരാൾ, ഞങ്ങളിൽപ്പെട്ട പുരുഷന്മാർ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട കടമ എന്തൊക്കെയാണ്, കടപ്പാട് എന്തൊക്കെയാണ്? ഉടനെ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അൻ തുത്ഇമഹാ ഇദാ തഇംത. കഴിഞ്ഞ ആഴ്ച ഒരു പെൺകുട്ടി വന്നിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല രക്തമാണോ ഒഴുകുന്നതെന്ന് തോന്നേണ്ടി വരും. എന്റെ കണ്ണിൻ ചുവന്നിരിക്കുന്നു. എന്നോട് പറഞ്ഞു, ഉസ്താദേ, എന്റെ കണ്ണെപ്പോഴും ചുവന്നു കിടക്കാൻ കാരണം എന്തറിയോ? 24 മണിക്കൂറും തലവേദനയാണ്. ഇന്നലെ രാത്രി തലവേദന കൊണ്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. കുടുംബജീവിതത്തിൽ പ്രശ്നമാണ്. രണ്ടുപേരും ഇവൾ കേസ് കൊടുത്തിരിക്കുകയാണ് ഭർത്താവിനെതിരെ. എന്നിട്ട് കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, രണ്ട് പെൺകുട്ടികളുണ്ട്, എനിക്ക് ഞാനില്ലെന്ന്. ഞാൻ ഇത്രകാലം ക്ഷമിച്ചതും ഇത്രകാലം എന്റെ കുടുംബക്കാർ മുഴുവൻ പറഞ്ഞു അയാൾ സ്വഭാവിയാൻ, മഹാമോശക്കാരനാൻ എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ ക്ഷമിച്ചു ഞാൻ നിന്നത്. എന്റെ 2 മക്കളെ വിചാരിച്ചായിരുന്നു. ഇപ്പോൾ ആ പെണ്ണിന് ടെൻഷനാണ്, വർഷങ്ങളായി ടെൻഷനാണ്. തലവേദനിക്കുന്നു, 24 മണിക്കൂറും തലവേദനയാ. 2 കണ്ണും ചുമന്നിട്ടാ ശരീരം സൃഷ്ടിച്ചു പോയിരിക്കുകയാണ്. എന്നോട് പറഞ്ഞു പോയാലെന്നെ ഇപ്പോഴും ഉപദ്രവിക്കുന്നത് എനിക്ക് ജീവിതം ഒഴിവാക്കി തരണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ സമ്മതിക്കുന്നില്ല. എനിക്കവരെ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഈ പെണ്ണിനോട് പറഞ്ഞൊരു കാര്യവും ഞാൻ ഓർക്കുകയാണ്. പറഞ്ഞ കൂട്ടത്തിൽ ഒരുപാട് കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, പ്രിയപ്പെട്ട ഉസ്താദേ, ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് തന്നെ ചെലവിനൊന്നും അയാൾ തരാറില്ല. ഒക്കെ ഞാനൊരു പെൺകുട്ടിയെ എന്റെ പിതാവിനുള്ള എല്ലാം പിതാവ് വഹിക്കുമതെന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുമില്ല. ഒരു നല്ല സ്വഭാവം കിട്ടിയാൽ മതിയായിരുന്നേന്. ഒരു പെണ്ണിന്റെ മനസ്സാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചിത്രീകരിക്കുന്നത്. എന്നിട്ട് ഈ പെണ്ണ് പറയാൻ, വസ്ത്രം എനിക്ക് എന്റെ വാപ്പയാ വാങ്ങിത്തരാറുള്ളത്, എന്റെ മക്കൾക്ക് അവരാ വാങ്ങിത്തരാറുള്ളത്, എല്ലാ ചെലവും എന്റെ പിതാവ് തന്നെയാണ്, ഞാൻ ഏകമകളായതുകൊണ്ട്. പക്ഷേ ഇവള് പറയുകയാണ്. എന്നിട്ട് ഇവള് പറഞ്ഞ വാക്ക് നിങ്ങൾ ആലോചിക്കണേ. ഇവള് പറയുന്ന വാക്കെന്താ? 1000 ഉറുപ്പിക എന്റെ കയ്യിലേക്ക് ആ ജീവിതത്തിൽ നല്ല രീതിയിൽ എടുത്തു തന്നിരുന്നെങ്കിൽ എന്റെ മനസ്സിൽ എത്ര സന്തോഷമുണ്ടാകുമായിരുന്നേനെ. അങ്ങനെ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് ഈ പെൺകുട്ടി പൊട്ടി കരയുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ആരുടെ കയ്യിലായി ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്? ഈ പെണ്ണെന്നിട്ട് പറഞ്ഞു, അയാൾക്കതൊന്നും ഒരു വിഷയമല്ല. അയാൾ എതക്കല്യാണുമായി കച്ചറ ഉണ്ടാക്കും, അടിപിടി ഉണ്ടാക്കും. പിന്നെയോ രാത്രിയായാൽ പിന്നെ അയാൾ മെല്ലെ എന്റെ അടുത്തേക്ക് വന്ന് സോപ്പിടും. എന്നെ പല വർത്തമാനങ്ങളും പറഞ്ഞ് കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. അയാൾക്ക് എന്റെ ശരീരമല്ലാതെ മറ്റൊന്നും അയാൾക്ക് എന്നിൽ നിന്ന് ആവശ്യമില്ലെന്ന് 2 മക്കളുടെ മാതാവ് പറഞ്ഞതും ഞാൻ അവർക്ക് പോവുകയാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ ചൊല്ലണം, നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ മുആവിയത്ത് ഇബ്നു ഹൈദർ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താ ഞങ്ങളിൽ നിന്ന് പുരുഷന്മാർ ഞങ്ങളുടെ ഭാര്യമാരോട് ചെയ്യേണ്ട ചുമതല? റസൂലുള്ള പറഞ്ഞത് ആദ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ശ്രദ്ധിക്കണം. അൻ തുത്ഇമഹാ ഇദാ തഇംത. നിനക്ക് ഭക്ഷണം കഴിക്കാനുള്ള സാമ്പത്തിക അവസ്ഥ നിനക്കുണ്ടോ? ആ കാണുമത്രയും നീ നിന്റെ ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കണം. നിനക്ക് വസ്ത്രം ധരിക്കാനുള്ള സാമ്പത്തിക അവസ്ഥയുണ്ടോ? നിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം.
അടുത്ത രംഗമാണ് വഅശ്റൂഹുന്ന ബിൽ മഅറൂഫ് എന്ന് പറയുന്നിടത്ത് നമ്മളത് വിശദീകരിക്കും. അപ്പോ ഭക്ഷണവും വസ്ത്രവും ഒരു പുരുഷന്റെ കയ്യിലാണ് അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്നത്. ഖുർആൻ പറഞ്ഞതെന്താ? ചെലവിന്റെ കാര്യത്തിൽ ഒരു പുരുഷൻ എന്തു ചെയ്യണം? ഇതൊക്കെ കൂടെ കേട്ടിട്ട് വീട്ടിൽ പോയി ബുദ്ധിമുട്ടാക്കരുത്. നല്ല സാമ്പത്തികമായ കഴിവുള്ള ആളാണോ അയാളുടെ കഴിവനുസരിച്ച് ചെയ്തോട്ടെ. ആരാ പറയുന്നത്? പ്രപഞ്ചനാഥനായ അല്ലാഹു. ഉപജീവന മാർഗം വളരെ കുതുസായ ആളാണ്. അങ്ങനെ ഉള്ള ആൾ അല്ലാഹു അയാൾക്ക് കൊടുത്തതിൽ നിന്ന് അയാൾ ചെലവഴിച്ചു കൊള്ളട്ടെ. ഒരാൾക്ക് അല്ലാഹു കൊടുത്തതിലല്ലാതെ അല്ലാഹു ഒരു ശരീരത്തെയും തീർപ്പിക്കുന്നില്ല.